നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആഴ്ച എന്ന വിഷയമാണ്. വാരഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 1201 തുലാമാസം 1-ാം തീയതി ശനിയാഴ്ച, അതായത് 2025 ഒക്ടോബർ മാസം 18-ാം തീയതി മുതലുള്ള ഒരു വാരക്കാലത്തെ ഫലമാണ്. ഈ വാരത്തിൻ്റെ പ്രത്യേകതകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. ഈ വാരത്തിലാണ് പ്രധാനമായും 2 ഗ്രഹങ്ങളുടെ ചരവശാലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഒന്ന് ആദിത്യനാണ്. പ്രഭാവകാരകനായ ആദിത്യൻ തുലാമാസം 1-ാം തീയതി നീചത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അപ്രകാരം മറ്റൊരു മഹത്കാര്യം സംഭവിക്കുന്നത് തുലാമാസം 1-ാം തീയതി വ്യാഴം കർക്കിടകത്തിലേക്ക് വരികയാണ്. വ്യാഴം തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് തൻ്റെ ശത്രുക്ഷേത്രമായ മിഥുനത്തിലാണ്. അതിനാൽ ഒരു ഗ്രഹത്തിന് നീചസ്ഥിതി, മറ്റൊരു ഗ്രഹത്തിന് ഉച്ചസ്ഥിതി, ഇങ്ങനെയൊക്കെയാണ് ജ്യോതിഷത്തിൽ ഉണ്ടാവുക. പക്ഷേ പലപ്പോഴും ദൈവാധീനം നാം ചിന്തിക്കുന്നത് വ്യാഴത്തെ കൊണ്ടാണ്. ഒരു ജ്യോതിഷ കവിടി നിരത്തുമ്പോൾ വ്യാഴത്തിൻ്റെ ഇഷ്ടസ്ഥിതിക്കനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ ദൈവാധീനമൊക്കെ നാം ചിന്തിക്കുന്നത്. സർവ്വ ഈശ്വരാണം സാന്നിധ്യം, എല്ലാ ഗ്രഹങ്ങളുടെയും സാന്നിധ്യമുള്ള ഗ്രഹമാകുന്നു വ്യാഴം. വ്യാഴം ഇഷ്ടസ്ഥനാണെങ്കിൽ എല്ലാ ഗ്രഹങ്ങളും ഇഷ്ടസ്ഥനാണെന്ന് നാം പറയും. ഏതായാലും ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. നാം ചർച്ച ചെയ്യുന്നത് മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഈ വാരത്തിൽ കുംഭൻ രാശിയിൽ രാഹു നിൽക്കുന്നുണ്ട്. 2-ാം ഭാവത്തിൽ ശനി, 6-ാം ഭാവത്തിൽ വ്യാഴം, 7-ാം ഭാവത്തിൽ ചന്ദ്രൻ, കേതു, അഷ്ടമത്തിൽ ശുക്രൻ, 9-ാം ഭാവത്തിൽ സൂര്യൻ, ചൊവ്വ, ബുധൻ. ഇവിടെ കുംഭൻ രാശിക്കാർ ഈ വാരത്തെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് പല ക്ലേശങ്ങളും പൈതൃകപരമായി വരുന്ന വാരമാണെന്നാണ്. 9-ാം ഭാവാധിപനായ ഗ്രഹം നീചസ്ഥനായി 8-ൽ നിൽക്കുന്നു. 9-ാം ഭാവത്തിൽ കുംഭൻ രാശിക്ക് 9-ാം ഭാവം ബാധാഭാവമാണ്. പ്രശ്നവശാൽ അവിടെ സൂര്യൻ, ചൊവ്വ, ബുധൻ ഒക്കെ നിൽക്കുന്നു. പൂർവികമായ സ്വത്തുമായി ബന്ധപ്പെട്ട് വലിയ ചില തർക്കങ്ങളുണ്ടാകാം. അത് കത്തിക്കുത്തിലോ അടിപിടി കേസിലോ പോലീസുകാർ വരുന്ന രീതിയിൽ വരും. വളരെ ജാഗ്രത പാലിക്കണം. ആത്മനിയന്ത്രണം കുംഭൻ രാശിക്കാർ പാലിച്ചില്ലെങ്കിൽ പൂർവികമായ സ്വത്ത് വിഷയം, അത് അമ്മയുടെ പക്ഷത്തുള്ളതായാലും അച്ഛൻ്റെ പക്ഷത്തുള്ളതായാലും വലിയ ക്ലേശങ്ങളുണ്ട്. സ്വത്തിന് വേണ്ടി കനകം മൂലം കാമിനി മൂലം എന്ന സ്ത്രീ കാരണവും സ്വത്ത് കാരണവും കലഹം വരും. ഒരു സ്ത്രീക്ക് വേണ്ടി കടിപിടി കൂടുന്ന അവസരങ്ങളൊക്കെ വരാം. കാരണം എന്താണ്? 7-ാം ഭാവാധിപൻ നീചസ്ഥനാണ് സൂര്യൻ. 7-ാം ഭാവത്തിൽ ചന്ദ്രനും കേതുവുമുണ്ട്. ഈശിഫ് തീവ്രമതോ മതേ എന്നാണ് 7-ൽ ചന്ദ്രൻ വരുമ്പോൾ പറഞ്ഞിരിക്കുന്ന ഫലം. വരാഹമിഹിര ആചാര്യർ അധികം പറയാറില്ല, ഇച്ചിരി മാത്രമേ സംസാരിക്കുകയുള്ളൂ. ഈശിഫ് തീവ്രമതേ മതേ, തീവ്രമായ കാമമുണ്ടാകും. ആ കാമം നല്ലതാണോ? നല്ലതല്ല. അതികാമാത് ദശഗ്രീവ, കാമം കൂടിയത് കൊണ്ടാണ് രാവണൻ വധിക്കപ്പെട്ടത്. ഇവിടെ അന്യൻ്റെ പെണ്ണോ അല്ലെങ്കിൽ മറ്റ് സ്ത്രീയോടുള്ള താല്പര്യമോ മൂത്ത് അത് പലപ്പോഴും വലിയ രീതിയിലുള്ള പ്രകോപനങ്ങൾക്കിടവരും. ഈ സമൂഹത്തിൽ കലിയുഗമാണ്, കാമം കൂടുന്നു, അപകടം വരും. അങ്ങനത്തെ ഒരു സമയം കുംഭൻ രാശിക്കാർക്കുണ്ട്. ഒരു തരത്തിലുള്ള പ്രലോഭനങ്ങൾക്കൊന്നും സ്ത്രീ വിഷയത്തിൽ വരാൻ പാടില്ല. ഹണി ട്രാപ്പിൽ പെടുത്തും യുവതി യുവാക്കളെ. പലപ്പോഴും സൗഹൃദം നടിച്ച് പിന്നെ അവസാനം നഗ്ന ഫോട്ടോ മാത്രമാണ് കാണുക. നമ്മൾ ഏതെല്ലാം രീതിയിൽ കാണുന്നു നമ്മുടെ സമൂഹത്തിൽ. ഏറ്റവും ശ്രദ്ധിക്കുക കുംഭൻ രാശിക്കാർ. നിർബന്ധമായും ധർമ്മദൈവ സംഗീതത്തിൽ പോവുക. അവിടെ എല്ലാ വഴിപാടുകളും മനസ്സറിഞ്ഞുകൊണ്ട് ദേവിക്ക് ചെയ്യുക. ആവതിയും കരണീയം സ്മരണീയം ചരണയുകളും അമ്പായാഹ. ആപത്തിൽ പെടുമ്പോൾ അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ ചെന്ന് വീഴുക. അത് ബ്രഹ്മാവിനെ പോലും ബ്രഹ്മാദികളെയും കിങ്കരന്മാരാക്കി മാറ്റുമെന്നാണ് പറയുന്നത്. വളരെ രസകരമായ അനുഭവം ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു സെക്കൻഡ് സമയം തരിക. കൊല്ലത്ത് നിന്നും ഒരു വ്യക്തി വിളിച്ചു. അദ്ദേഹം വിളിച്ചിട്ട് അദ്ദേഹം പല കാര്യങ്ങളോട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ഞാനൊരു ഫാമിലിയുടെ കൂടെ ജാതകം നോക്കാൻ പോവുകയായിരുന്നു. എനിക്കത് അത്ര തൃപ്തിയായില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ തൽക്കാലം നിർത്തിക്കോളൂ എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ചില ചോദ്യങ്ങളാണ് എന്നോട്. രാത്രി ഞാൻ 9:30 മണിക്ക് അദ്ദേഹത്തിനെ വിളിച്ചു. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, എന്താണ് താങ്കളുടെ സംശയം?
അപ്പോൾ അദ്ദേഹമാണ് എന്നോട് പറയുന്നത്, ഞാൻ പണ്ട് പഠിച്ചൊരു പുസ്തകത്തിൽ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ, ഹാസ്യ സാമ്രാട്ട്, അദ്ദേഹത്തിനൊരു കവിത ശകലം, ഒരു കവിതാ ശകലം, പദ്യശകലം, ആവതികിം കരണീയം സ്മരണീയം ചരണയുകളും അമ്പായാഹ, നിങ്ങളെ ശ്ലോകം ചൊല്ലി, നിങ്ങൾ സംസ്കൃതം ധാരാളം സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ പരിചയപ്പെടാനാണ് വിളിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. പരമാർത്ഥം എന്ന വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ ഒരു പഴയ മലയാള പുസ്തകം ഉണ്ടായിരുന്നു, പാഠ്യവിഷയം. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കുന്തിദേവി പാഞ്ചാലിയോട് പറഞ്ഞത്, ഭാഗ്യബന്ധം പ്രസൂയേത മാശൂരം മാജപണ്ഡിതം. പാഞ്ചാലിയെ കൂട്ടി വരികയാണ് തൻ്റെ വീട്ടിൽ. ആ സമയത്ത് പറയുകയാണ്, നീ ഭാഗ്യബന്ധം പ്രസൂയേതാഹ, നീ ഭാഗ്യമുള്ള മക്കളെ പ്രസവിച്ചാൽ മതി, മാ ശൂരം മാജ പണ്ഡിതം, നീ പണ്ഡിതനെയും ശൂരനെയും പ്രസവിക്കണ്ട. അതിന് ശ്ലോകത്തിൻ്റെ അനന്തരഭാഗം എനിക്കറിയുന്ന പല മലയാളം മാസ്റ്റർക്കും അറിയാറില്ല. എന്നോട് അവർ ചോദിച്ചിട്ടുണ്ട്. ആ ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥം എൻ്റെ പിതാവ് എനിക്ക് പഠിപ്പിച്ചു തന്നിരുന്നു. ശൂരാശ്ച പണ്ഡിതാശ്ചൈവ മമ പുത്ര വനങ്കദാഹ, ശൂരന്മാരും പണ്ഡിതന്മാരുമായ എൻ്റെ മക്കളൊക്കെ കാട്ടില. പരാക്രമിയ ഭീമസേനൻ ഇപ്പോഴിതാ കാട്ടിലുണ്ട്, അർജുനനുണ്ട്, യുധിഷ്ഠിരനുണ്ട്, നകുല സഹദേവനും ഒക്കെ കാട്ടിലാണ്. അതുകൊണ്ട് ഭാഗ്യമുള്ളവൻ പരാക്രമിയാകും, അവൻ വിദ്വാനാകും, ശൂരനുമാകും എന്നാണ് പറഞ്ഞത്. അപ്രകാരം കുംഭൻ രാശിക്കാർ ആത്മനിയന്ത്രണം പാലിക്കുക, ഒരു അപകടത്തിലും ചെന്ന് ചാടരുത്. ഡയാലിസിസ് പേഷ്യൻസ്, അതേ രീതിയിൽ ഷുഗർ പേഷ്യൻസ് വളരെയധികം ശ്രദ്ധിക്കണം. തങ്ങളുടെ കാമം ഒരു തരത്തിലും പ്രകടിപ്പിക്കേണ്ട പൊതുവേദിയിലോ അല്ലെങ്കിൽ തങ്ങളുടെ ഇണയുടെ മേലോ എന്ത് ചെയ്യരുത്, അടിച്ചേൽപ്പിക്കേണ്ട സമയമല്ല കുംഭൻ രാശിക്കാർ. പലപ്പോഴും നാം പറയാറുണ്ട്, ന രഗ്നം അന്വേഷ്യതി മൃഗ്യതേ ഹി തത്. ഒരിക്കലും രത്നം ആരെയും അന്വേഷിച്ച് പോകാറില്ല. രത്നത്തെ അന്വേഷിച്ച് ജനങ്ങൾ വരും. അതിനാൽ കുംഭൻ രാശിക്കാർ രത്നങ്ങളാകട്ടെ. നിങ്ങളുടെ കഴിവുകൾ കണ്ട് നിങ്ങളുടെ അടുത്ത് ആൾ വരണം. അവിടെയാണ് നമ്മുടെ പൗരുഷത്തിൻ്റെ അല്ലെങ്കിൽ സ്ത്രീത്വത്തിൻ്റെ പൂർണ്ണത എന്നറിയണം കുംഭൻ രാശിക്കാർ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇവിടെ ധനാധിപൻ ആറിലാണ് വ്യാഴം നിൽക്കുന്നത്. ധനം വരും. ദ യൂട്ടിലിറ്റി ഓഫ് മണി ഷുഡ് ബി വെരി കെയർഫുൾ. ഇല്ലെങ്കിൽ കാശ് നഷ്ടപ്പെടുമെന്ന് അറിയണം കുംഭൻ രാശിക്കാർ. എല്ലാ കുംഭൻ രാശിക്കാർ ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.